ഹലോ, ഇപ്പോൾ കുട്ടി ചാനൽ ബാനമരയിലേക്ക് ഇറക്കുന്ന സാധ്യത. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുറേ ദിവസമായി ഡേ ഇൻ മൈ ലൈഫ്, ആദ്യമായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം അമ്മ ഇവിടെ എല്ലാം തൂക്കുവാണ് കേട്ടോ. അമ്മ തൂത്ത് കൂട്ടി ഇവിടെ കത്തിക്കാനായിട്ട്. അവൾ താണ്ടേ ഞങ്ങളുടെ വീട്ടിൽ പിടിച്ച ചക്കയാണ്, 3 എണ്ണം ഉണ്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ അയ്യം. ഞങ്ങൾ ഇന്നലെ വാഴക്കൊല വെട്ടി, അതാണ് ഇങ്ങനെ കിടക്കുന്നത്. അത് കാണിച്ചു തരാം. വാഴക്കൊല അതാണ് ഗൈസ് കൊല. കുറേയൊക്കെ കിളികളെ ഒന്നുമില്ല, നോക്ക്. എൻ്റെ മുകളിലോട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ മൊത്തം ഇലയാണ് ഇവിടെ തൂക്കണം. ഞങ്ങളുടെ റംബൂട്ടാൻ ഇവിടുത്തെ ആദ്യമായിട്ടാണ് പൂക്കുന്നത്. ഇവിടുത്തെയാണ് എപ്പോഴും പൂക്കുന്നത്. ഇപ്പം ഇവിടെ പൂത്തു, ഇവിടെ നിറച്ച് പൂത്തു. വരുമോന്നല്ല അറിയാം. ഞങ്ങളിവിടെ കുരുമുളകൊക്കെ ഉണങ്ങാനായിട്ടിരിക്കുക. ഇതാണ് ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ. ഇതാ ഇപ്പോൾ ഈ ചെടിയുടെ പൂവെല്ലാം ഇവിടെ വീണ് ആകെ കുളമായി കിടക്കുകയാണ്. തൂത്താലും പോത്തില്ല. ഇതാണ് ഞാൻ താഴോട്ട് പോവാണ്. കണ്ടോ, തന്നെ ഒരു മാവ് കിളിച്ചു വന്നു. ചെടിയുടെ പേരറിയാവുന്നൊരു കമൻറ്റ് ചെയ്യണേ. ഈ ചെടി കൊണ്ട് കുമ്പള ഉണ്ടാക്കാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ മുള്ളാത്തി പറിക്കാൻ പോവാണ്. ഇന്നാളെ വേറൊരെണ്ണം പറിക്കുന്നതിന് മുമ്പ് കവർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കവർ ഞങ്ങൾ അഴിച്ചെടുത്ത് ഒരു പിടിച്ചു. അപ്പം ഇത്രയും വലുതാണ്, പഴുത്തിട്ടുള്ളതാണ്. ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ കിളിയെല്ലാം തിന്ന് ഞങ്ങൾക്കൊന്നും കിട്ടത്തില്ലായിരുന്നു. ഞാൻ സൈക്കിൾ ഔട്ടാൻ പോവാണ്. ഇപ്പം കള്ളാൻ കട്ടു. ഞങ്ങളുടെ പപ്പ ജോലിക്ക് പോവാണ് തോന്നുന്നു. അടുത്തായോണ്ട് നടന്നു പോവാണ്. പെയിന്റിങ്ങിന്റെ പണിക്കാണ് പപ്പ പോകുന്നത്. ഇതോ പോയി. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടപ്പുറത്തായിട്ട് ബെൽ ബട്ടൺ കാണും. ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഇനി കഴിക്കാൻ പോവാണ്. അപ്പോൾ അവൾ കഴിക്കാൻ തുടങ്ങി, പ്ലേറ്റൊക്കെ എടുത്തു. ഇനി ഞാൻ പോയി കൈയൊക്കെ കഴുകിയിട്ടാണ് കഴിക്കാൻ പോവാണ്. ഈ പൂവും മുട്ടക്കറി ആയിരുന്നു നമുക്ക് കഴിക്കാനുണ്ടായിരുന്നത്. അവൾ അവിടെ നിന്ന് കഴിക്കുകയാണ്. ഞങ്ങൾ കഴിച്ചിട്ട് കാണിക്കാം. നമ്മുടെ കുരുമുളകെല്ലാം ഉണക്കിയിട്ട് എടുത്തായിരുന്നു. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇത് കുറേ ദിവസം മുമ്പ് നമ്മൾ ഉണക്കാനിട്ടു. അപ്പോൾ അമ്മ ഇന്നെല്ലാം എടുത്തു ഇരുന്ന്. നമ്മളെല്ലാം ഇരുന്ന് പൊളിച്ചെടുക്കുകയാണ്. ഇതേപോലെ എല്ലാം പൊളിച്ചിട്ട് കാണിക്കാം. നമ്മൾ ചിക്കൻ പോക്കോൺ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കുരുമുളകൊക്കെ പൊളിച്ചു, അതൊന്നും കൂടി ഉണങ്ങാനായിട്ട് ഇട്ടു. നമുക്കിനി ചിക്കൻ പോക്കോൺ ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം ചിക്കൻ ഇതേപോലെ കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. എല്ലില്ലാത്ത ചിക്കൻ ആയിരിക്കണം എടുക്കേണ്ടത്. എല്ലില്ലെങ്കിൽ എല്ല് ഉള്ള കഷ്ണത്തിൽ നിന്ന് എല്ല് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. നമ്മൾ ഇതാണെങ്കിൽ കുഞ്ഞി കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വെച്ചു, ഉപ്പിട്ട്. അതിനാണ് വേണ്ട മിക്സ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ എത്ര ചിക്കൻ എടുത്തിട്ടുണ്ടോ അത്ര ആവശ്യത്തിന് മൈദാമാവ് ഇട്ട് കൊടുക്കണം. ഫ്ലോർ കുറച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ ഇപ്പം 2 സ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂണല്ല, 1 സ്പൂണിൻ്റെ പകുതി. കുറച്ച് മഞ്ഞൾപ്പൊടിയും. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇപ്പം ഞങ്ങൾ സാദാ മസാലയാണ് ഇടുന്നത്. ഇതെല്ലാം മിക്സ് ചെയ്യാം. ഉണ്ടാക്കിയ മിക്സെല്ലാം കുറച്ച് ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റാം.
ചിക്കൻ ജസ്റ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ കോരി നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. മിക്സ് ചെയ്യാം. നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ചൂടുണ്ട്, അമ്മയുടെ കൈയൊക്കെ പൊള്ളിക്കാൻ. അപ്പം നമ്മൾ മിക്സ് ചെയ്തെടുത്ത് ഇനി കുറച്ച് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അവിടെ ചിക്കൻ കറി വെച്ചാണ്ടിരിക്കുക. ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചെടുക്കുക. എന്നിട്ട് ഈ പൊടിയിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ പ്ലേറ്റിലോട്ട് ഇടാം. ഇതേപോലെ എല്ലാം ചെയ്തിട്ട് കാണിക്കാം. പാൻ വെച്ചു, എണ്ണ ഒഴിക്കാം. നമ്മൾ എണ്ണ ഒഴിച്ച ആവശ്യത്തിന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ എല്ലാം ഇട്ടു. ഇത്രയേ ഉള്ളൂ. അപ്പം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അവളൊരെണ്ണം കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. അമ്മയുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. നാരങ്ങ അടിക്കാൻ പോകണം. അതിനായിട്ട് ഒരു നാരങ്ങയും പിന്നെ കുറച്ച് പുതിനയില ഇല്ലെങ്കിൽ ഇടണ്ട. പിന്നെ ഒരു ഇഞ്ചി എടുത്തു, ഉപ്പും പഞ്ചസാര, ഇത്രയും സാധനങ്ങളിട്ട് നമുക്ക് അടിച്ചിട്ട് നമ്മുടെ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവൾ കുടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയും. ഞാനും കുടിക്കാൻ പോകും. ഇപ്പം ടൈം ഒരു 1 മണിയായപ്പോഴാണ് ഞങ്ങളിത് കുടിച്ചത് കേട്ടോ. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. രണ്ടുപേരും കുടിച്ചു കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഇത്രയും പൊളിച്ചെടുത്തു. ഇപ്പോൾ 2 മണിയായപ്പോൾ ഞങ്ങൾ ചോറിരിക്കാൻ പോവാണ്. ബീട്രൂട്ട് തോരനും ചിക്കൻ കറിയും നമ്മളുണ്ടാക്കിയ ചിക്കൻ പോപ്കോണും. അവൾ തോടർന്ന് കഴിക്കുവാണ്. ഞാനും കഴിക്കാൻ പോവാണ്. ഇനി കഴിച്ചിട്ട് കാണിക്കും. അവളിരുന്ന് ഡോറാണ് വേണം. അപ്പം ഞാനും അവളും എല്ലാവരും ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് നാളെ കാറ്റീസ് എക്സാം ഉണ്ട്. എനിക്ക് മാത്രമല്ല അവൾക്കുണ്ട് കാറ്റീസും എക്സാം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും ഇരുന്ന് പഠിക്കണം. കാരണം നാളെയാണ്. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ എല്ലാം പഠിച്ചാലല്ലേ നാളെ എല്ലാം എഴുതാൻ പറ്റും. അപ്പോൾ ഞാൻ പഠിക്കാൻ പോവാണ്. അവൾ എൻ്റെ കൂടെ ഇരുന്ന് പഠിക്കണം. അപ്പം ഞാൻ പഠിക്കാൻ തുടങ്ങാൻ പോവാണ്. അപ്പം ഞാനിരുന്ന് പഠിക്കാൻ പോവാണ്. അവൾ പഠിക്കുവാണ് അകത്തിരുന്ന്. അപ്പം ഞാൻ പഠിച്ചിട്ട് എല്ലാം കഴിഞ്ഞു. ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞു. ഇപ്പം കുറച്ച് കട്ടൻ ചായ ഇടുവാണ്. നേരത്തെ ഉണ്ട് ചോറ് കഴിച്ചത്. അപ്പോൾ കുറച്ച് കട്ടൻ ചായ അവൾക്കും എനിക്കും പിന്നെ ഇവിടെ ഒരാൾക്കും കൂടി അമ്മച്ചനും കൂടി ഇട്ട് കൊടുക്കുവാണ്. കെറ്റിൽ വെച്ചാണ് വെള്ളം തിളപ്പിക്കുന്നത്. അതാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. കട്ടൻ ചായ എല്ലാം മിൻറ്റ് ടീ ആണ് ഉണ്ടാക്കുന്നത്. തേയിലയും പഞ്ചസാരയാണ് വേണ്ടത്. കുറച്ച് മിൻറ്റും ലീഫും കൂടി വേണം നമുക്ക്. ഞാനിപ്പോൾ ഇവിടെ 2 മിൻറ്റ് ലീഫാണ് എടുത്തിട്ടുള്ളത്. വെള്ളം ഓഫായി. അപ്പം നമുക്ക് പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇവിടെ നിങ്ങൾക്ക് 4 പേർക്കുണ്ട്. അതുകൊണ്ട് കുറച്ച് തോനെ പഞ്ചസാര ഇടുവാണ്. കട്ടൻ ചായ അല്ല, അപ്പം തേയിലയുടെ കയ്പ്പൊക്കെ കാണും. അപ്പോൾ ഇത്രയും പഞ്ചസാര മതിയാണ്. ഒരു ഹാഫും കൂടി ഇടാം. നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച ചൂട് വെള്ളം എടുത്ത് ഇതിനകത്ത് ഒഴിച്ചെടുക്കാം. കുറച്ച് ഒഴിച്ച് ഇതൊന്ന് മെൽറ്റ് ചെയ്യണം. അപ്പം ഷുഗർ മെൽറ്റ് ആവണം. നമ്മൾ ഒഴിച്ച ഷുഗർ നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ തേയില ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന്. ഇനി ലാസ്റ്റ് നമ്മൾ വെള്ളം ഒഴിക്കത്തുള്ളൂ. അപ്പം ആ തേയിലയുടെ കളർ ഒന്ന് ഇറങ്ങണം. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ കളർ കറക്റ്റ് വരത്തുള്ളൂ. നമ്മൾ 2 മിനിറ്റ് എല്ലാം നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അരിപ്പ് എടുത്തിട്ട് ഒന്ന് അരിച്ചൊഴിക്കാം. പിന്നെ ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇതൊന്ന് നല്ല കളർ ഇറങ്ങാനായിട്ട് നമ്മൾ ഒഴിക്കുവാണ്. ഇതാണ് മിൻറ്റ് ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമ്മുടെ മിൻറ്റ് ടീ ഇതാണ്. ബാക്കി ഇനി നമുക്കായിട്ട് ഒഴിക്കാം. അത് പപ്പായ്ക്ക് കൊടുത്തു. എനിക്കും അവൾക്കുള്ളത് ഞാൻ സെറ്റ് ചെയ്തു. അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വെച്ച് കൊണ്ടുപോകാം. അപ്പം ഇനി കുറച്ച് നേരം ഒന്ന് വെളിയിൽ പോയിട്ട് കളിക്കുവാണ്. അപ്പം കയറും കുറച്ച് നേരത്തേക്കും ജസ്റ്റ് ഒന്ന് കളിക്കാൻ പോവാണ്. കളിക്കായിട്ടല്ല, അവിടെ ഊഞ്ഞാലാടുന്നു, പിന്നെ സൈക്കിളൊക്കെ ജസ്റ്റ് ഒന്ന് ചവിട്ടുന്നു, അത്രേ ഉള്ളൂ. ഞങ്ങളിവിടെ വന്നിരുന്ന് ഊഞ്ഞാലാടും, അത്രേ ഉള്ളൂ, അല്ലാതെ കളിക്കാനൊന്നുമില്ല. പിന്നെ ഇവിടെ കുരുമുളകുണ്ട്, അതൊക്കെ വൈകിട്ട് പിച്ചും. അതിൻ്റെ ഒരു കാണിക്കാം. അവളിതാണ്ടേ അവളായിരുന്നു പറ്റാറെ പോവും. അവളും ഞാനും കൂടി കുറച്ച് ഊഞ്ഞാലൊക്കെ ആടും, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. വെറൈറ്റി ചെമ്പരത്തീസ് കാണിക്കാം. ഇതൊരു വെറൈറ്റി ചെമ്പരത്തിയാണ്. പിന്നെ ഇത് നേരത്തെ ഉണ്ടതിൻ്റെ കുറച്ച് വലുതായിട്ടുള്ള, ഇത് ചെറുതാണ് കേട്ടോ. ഇത് അതിനെക്കാട്ടി ഇച്ചിരി കൂടി വലുതായിട്ടാണ്. ഇത് ഈ ഒരു കളർ ചെമ്പരത്തിയാണ് കേട്ടോ. ഇത് ഈ കളർ ചെമ്പരത്തി ഉണ്ട്. അതിപ്പോൾ പൂ പിടിക്കാൻ ടൈം ആവുന്നേ ഉള്ളൂ. കാരണം ഈ ഒരു മാസം മാർച്ച് അങ്ങനെയുള്ളൊരു മാസം ആകുമ്പോഴാണ് അത് പൂ പിടിക്കാറുള്ളത്. വേറൊരു വെറൈറ്റിയാണ്. ഇത് വലിയൊരു ചെമ്പരത്തി, അകത്തിങ്ങനെ പൂ പോലെ വരുന്നത്. ഇതകത്ത് പൂ വരാത്ത ഇതിൻ്റെ ഡാർക്ക് റെഡിൻ്റെ ഒരെണ്ണമുണ്ട്. അത് നല്ല രസമാണ് കാണാൻ. ഇത് അകത്ത് പൂ വരുന്ന ഒരു റെഡ് ചെമ്പരത്തിയാണ്. കാണുമ്പം അതെല്ലാം ഒരേ ചെമ്പരത്തിയാണെന്ന് തോന്നും. ഒരു ചെമ്പരത്തി തന്നെ ഒരേ ചെമ്പരത്തിയാണെന്ന് തോന്നും. പക്ഷേ അത് ഒരേ ചെമ്പരത്തി അല്ല, അത് ഒരേ ഇണക്കിയിരിക്കുന്ന കുറേ വെറൈറ്റീസ് ഉണ്ട്. അതൊക്കെ തന്നെ കിളിച്ചു വരുന്നതാണ്, അതിന് നട്ടൊന്നുമല്ല. അന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഇവിടെ ഒരിടത്ത് പോയിട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ പൂ പിച്ചിയപ്പോൾ എൻ്റെ അരി കമ്പുണ്ടായിരുന്നു. ആ കമ്പ് വെച്ച് കുത്തി വെച്ചതാണ് ഞാൻ ചുമ്മാ. അതാണ് കിളിച്ചോടിക്കുന്നത്. നമ്മൾ താഴേന്ന് ഇപ്പോൾ മേളിലെ ടെറസിൻ്റെ മണ്ടയ്ക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിറച്ചത് ഈ ഒരു ചെടിയുടെ ഇതൊക്കെ ഉണ്ട്. നമ്മൾ താഴോട്ട് പോവാണ്. അമ്മ എല്ലാം തൂത്ത് കൂട്ടി തീയിട്ടു. അമ്മ ഇവിടെ എല്ലാം തൂക്കുവാണ്. ഞാനും അവളും കൂടി നട്ട ഇഞ്ചിയാണ് കേട്ടോ. ഇത് മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, അങ്ങനെ ഒരു മഞ്ഞളാണ്. ഇത് ഇഞ്ചി ഞങ്ങൾ നട്ടതാണ്. പീനട്ട് ബട്ടർ എന്ന് പറയുന്ന ചെടിയാണ്. അവൾ ആ ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ്. രാവിലെ ഒഴിക്കും, രാവിലെ ഓസ് വെച്ചിട്ട് വെള്ളം ഒഴിക്കും. അപ്പോൾ വൈകിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിക്കുകയാണ്. ഞാൻ തീയിട്ട് തൂത്ത്. അപ്പോൾ കുറച്ച് ഐറ്റംസ് ഒന്ന് കൃഷി ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടുന്ന് ചട്ടി എടുക്കുക. നമ്മളിപ്പോൾ ഈ ഒരു സൈക്കിളിൽ വെച്ച് കൊണ്ടുപോവാണ്. ഇത് കൊള്ളാത്ത സൈക്കിളാണ്, എൻ്റെ പഴയ സൈക്കിൾ. ഇവിടുന്ന് ചട്ടി എടുക്കാം. ഇങ്ങനെ കുറേ നേരം ഇട്ട് ഇതാക്കി അവസാനം ഒരു ചട്ടി എടുക്കാൻ പോവാണ്. ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ ചായ അടിക്കാൻ പോവാണ്. അവൾ ചായ കുടിച്ചത് കഴിക്കുകയും ചെയ്തു. വാഴക്കാപ്പ് ഞാൻ എങ്ങനെയും കഴിച്ചു ചായ അടിക്കാം. ചായ കുടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ക്ലാസ്സൊക്കെ കഴിഞ്ഞു. എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു 7 മണിക്ക്. അന്നേരം ഇനി എനിക്ക് പോയി കുളിക്കണം. അവൾ കുളിച്ചായിരുന്നു കാണും. നമ്മൾ രാവിലെ പറിച്ച ആത്തിച്ചക്ക അവളിരുന്ന് കഴിക്കുകയാണ്. മുള്ള ആത്തിയാണ് കേട്ടോ. എങ്ങനെ ഉണ്ടടി, മധുരം ഉണ്ടോ? ഞാൻ കഴിച്ചേക്കാൻ പോവാണ്. അപ്പം ഞാൻ ഇനി കുളിച്ചിട്ട് കാണിക്കും. ഞാൻ ഭക്ഷണം കഴിച്ചു, അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. കാരണം കറണ്ട് പോയി കിടക്കുമായിരുന്നു. അപ്പോൾ ഒന്നും ക്ലിയർ ആകത്തില്ല. അപ്പം ഇനി ഞങ്ങൾ ഉറങ്ങുകയാണ്, കാരണം നാളെ രാവിലെ പള്ളി പോകണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടപ്പുറത്തായിട്ട് ഒരു ബെൽ ബട്ടൺ ആണ്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.